ചോച്ചി അവരെല്ലാവരും ലീഫ് വില്ലേജിന്റെ എൻട്രൻസിലേക്ക് വരും. അവിടെ ഇപ്പോ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ട് ഗെൻമ പറയും, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ വളരെ ലേറ്റ് ആണ്. ഈനോ, നീ എത്രയും പെട്ടെന്ന് അരുക്ക് പറ്റിയവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കണം. കാരണം നീ ഒരു മെഡിക്കൽ നിഞ്ചയാണ്. ഇവിടെ ഷിക്കമരും കിബയും വണ്ടറടിച്ച് ഇതെന്ത് സാധനങ്ങളാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് മനുഷ്യരല്ല. അതിന് ചോദിച്ചു പറയും, അവരുടെ കൈ നോക്ക്, അവര് ക്വാക്കു ക്ലാനിലുള്ളതാണ്. പണ്ടൊരിക്കല് ഞങ്ങളൊരു മിഷന് പോയിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ മരണപ്പെട്ടിരുന്നു. ആ മരിച്ചവരെല്ലാം കോആക്കു ക്ലാനിലുള്ളവരാണ്. അതിനീനോ ചോദിക്കും, ആ മരിച്ചവരുടെ ബോഡി അത് റീആനിമേഷൻ ചെയ്തിട്ടാണോ ഇവരിപ്പോ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതിന് ABC മാസ്റ്റർ പറയും, അതെ, അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരെത്രത്തോളം ഗ്രാമങ്ങളെ തകർത്തുവെന്ന് അവർക്ക് പോലും അറിയില്ല. അവിടെയുള്ള ജനങ്ങളെ കൊന്ന് റീആനിമേഷൻ ജിപ്സുവിലൂടെ അവർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ചാടി വീണ് യുദ്ധം ആരംഭിക്കും. അപ്പൊ അതേ സമയത്ത് ആ ഒരു വില്ലന്മാരുടെ നേതാവ് പറയും, നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സമയമായി. പക്ഷെ അതിന് സോറ ആവശ്യമാണ്. അവനുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ അത് നടക്കൂ. അപ്പൊ ആസമ സെൻസാരുടെ അടുത്തേക്ക് ഇപ്പൊ കൊനഹമാരും ടീമും ഓടി വന്ന്, ബോസ്, ഞങ്ങൾ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഇപ്പൊ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിയാവുന്ന അത്രയും പേരെ ഞങ്ങൾ സേഫായ ഷെൽട്ടറിലേക്ക് ഇപ്പൊ തന്നെ മാറ്റി കഴിഞ്ഞു. അപ്പൊ അസുമ മാസ്റ്റർ പറയും, നിങ്ങൾക്ക് മറ്റൊരു മിഷൻ കൂടെ ഇപ്പൊ ഞാൻ തരാം. നിങ്ങൾ ഏതെങ്കിലും ജുനിയനെയോ ചുനിയനെയോ കാണുകയാണെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിന്റെ പവർ സ്റ്റേഷനിലേക്ക് എത്താൻ പറയണം. കട്ട് ചെയ്താ ഇവിടെ സോറയാവട്ടെ, അവനൊന്നും മനസ്സിലാവില്ല. അവരെന്നെ ചതിക്കായിരുന്നോ, അവര് ലീഫ് വില്ലേജ് അത് എന്നിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നോ എന്നൊക്കെ ചിന്തിച്ച് അവനിപ്പോ ഉഷാറായിട്ട് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അവന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവനെ പിടിക്കാനോടും. അപ്പൊ അതേ സമയത്ത് ഇവിടെ പവർ സ്റ്റേഷനില് ആ ഒരു കസീനോ അത് കണ്ട് ഇപ്പൊ അസുമ മാസ്റ്റർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അത് തടയാനായിട്ട് അവിടേക്ക് വന്ന ലീഫ് വില്ലേജിലെ ഒരുപാട് പട്ടാളക്കാര് അവിടെ മരിച്ചു കിടക്കാണ്. ആ സമയത്ത് ഇപ്പൊ ആ ഒരു കസീനോ ബോക്സ് അത് 4 ഓപ്പൺ ആയിട്ട് ആ ഡെഡ് ബോഡി അത് ജീവനോടെ ഇപ്പൊ തിരിച്ചു വരും. അത് ആക്ച്വലി റീആനിമേഷൻ അല്ല, അവർ ആ ഒരു ബോഡിക്ക് ഇപ്പൊ പുതുജീവൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഹിട്ടാണി പുറത്തേക്ക് ഇറങ്ങി വന്ന്, ആസുമ, ഇത് നിന്റെ വില്ലേജ് ആണോ? അതിന് ആസുമ പറയും, നിങ്ങൾ ഈ ഒരു അവസ്ഥയെ കാണേണ്ടി വന്നതില് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരികെ പോയിക്കോ, അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ ഫേസ് അത് നിങ്ങൾ കാണും. ഇവിടെ കുട്ടപ്പൻ ഇപ്പൊ സോറയെ പിടിച്ചു വലിച്ച് അവനെ അങ്ങനെ അടിച്ച് കീഴ്പ്പെടുത്തും. ഇവിടെ എന്താ നടക്കണേ? നീ ആ വില്ലന്മാരുടെ കൂടെ കൂടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നേ? നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം തെറ്റാണ്. ആസുമ സെൻസായി ഒരിക്കലും ആരെയും കൊല്ലില്ല. ഇതിൽ എന്തോ ചതിയുണ്ടെന്ന് ഇപ്പൊ കുട്ടപ്പനാവട്ടെ സോറയുടെ അടുത്ത് പറയും. അതിന് സോറ ടെൻഷനായിട്ട്, നീ കേട്ടില്ലേ, അവന്റെ വാ കൊണ്ട് തന്നെ അവനാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞു. അതിന് കുട്ടപ്പൻ പറയും, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അസുമ മാസ്റ്റർ ആരെയും അങ്ങനെ കൊല്ലാറില്ല എന്ന് പറയുമ്പോ അതിന് സോറ പറയും, ഒരുപക്ഷെ നിങ്ങളുടെ